ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 21 അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ബാങ്ക്, SSC, റെയിൽവേസ്, കേരള PSC ഈ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, റെഗുലറായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സിൻ്റെ PDF അല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. സ്ക്രീൻഷോട്ട്സ് ഓരോ ന്യൂസിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ട് പഠിക്കുക, റെഗുലറായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, HDFC ബാങ്ക് ലോഞ്ചസ് ആവോ ബസ് കരേ ക്യാമ്പയിൻ ടു പ്രൊമോട്ട് ഗ്രീനർ കമ്മ്യൂട്ടിംഗ് ഹാബിറ്റ്സ്. അപ്പോൾ ഗ്രീനർ കമ്മ്യൂട്ടിംഗ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HDFC ബാങ്ക് ലോഞ്ച് ചെയ്തൊരു ക്യാമ്പയിനാണ് ആവോ ബസ് കരേ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. Through this campaign, HDFC Bank will run 4 electric vehicle AC buses across Mumbai to encourage commuters to leave their cars at home in favor of public transport. അപ്പോൾ കാർ വീട്ടിൽ വെച്ചിട്ട് ഈ ഇലക്ട്രിക് ബസ്, അതായത് എയർ കണ്ടീഷൻഡ് വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിളാണ് ലോഞ്ച് ചെയ്യുന്നത് ഈ ക്യാമ്പയിൻ വഴി. അപ്പോൾ 4 ഇലക്ട്രിക് വെഹിക്കിളാണ്, AC ബസ്സസാണ് മുംബൈയിൽ ഈ ഒരു ക്യാമ്പയിൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബസ്സസ് വിൽ റൺ ഓൺ എ സ്പെസിഫിക് റൂട്ട്സ് ടു കണക്ട് കമ്മ്യൂട്ടേഴ്സ് ടു കീ കോർപ്പറേറ്റ് പാർക്സ് ആൻഡ് വിൽ പ്ലൈ ഡേ ലോങ് ടു എൻഷുർ ഈസ് ഓഫ് മൊബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ഫോർ കമ്മ്യൂട്ടേഴ്സ്. അപ്പോൾ അത് ഡേ ലോങ് ഇത് ഓടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 4 ഇലക്ട്രിക് വെഹിക്കിൾ ബസ്സസാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ വഴി HDFC ബാങ്ക് റൺ ചെയ്യാൻ പോകുന്നത്. സോ HDFC ബാങ്ക് അനൗൺസ്ഡ് എ ടൈപ്പ് വിത്ത് മുംബൈസ് ബെസ്റ്റ് ബസ് സർവീസ് ടു ലോഞ്ച് ദിസ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ HDFC ബാങ്ക് ടൈപ്പ് നടത്തിയത് മുംബൈയുടെ ബെസ്റ്റ് ബസ് ഇനീഷ്യേറ്റീവായിട്ടാണ്. ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആവോ ബസ് കരേ എന്ന് പറയുന്ന ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബാങ്ക് അപ്രൂവ്സ് $150 million ലോൺ ഫോർ പഞ്ചാബ് ടു ഇംപ്രൂവ് സ്റ്റേറ്റ്സ് ഫിനാൻസസ് സർവീസ് ഡെലിവറി. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഫിനാൻസസ് ആൻഡ് സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് പഞ്ചാബിന് ഒരു $150 million ലോണാണ് കൊടുത്തിരിക്കുന്നത്. $150 million ലോണാണ് പാസ്സാക്കിയിരിക്കുന്നത് പഞ്ചാബ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിൻ്റെ ഫിനാൻസസ് ആൻഡ് സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ന്യൂ പ്രൊജക്ട്സ് വിൽ സപ്പോർട്ട് ദ സ്റ്റേറ്റ്സ് ഡെവലപ്മെൻറ്റ് ഗോൾസ് ബൈ സ്ട്രെങ്തനിങ് ദ പ്ലാനിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഫംഗ്ഷൻസ് ആൻഡ് ലെവറേജിംഗ് digital technology, besides increasing accountability in the public procurement systems by supporting the statewide implementation of new legal and policy reforms. അപ്പോൾ $150 million ലോൺ എന്ന് പറയുന്നത് 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാനുള്ളൊരു ലോണാണ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുള്ളത് വേൾഡ് ബാങ്ക്. അപ്പോൾ അഗസ്റ്റേ ടാനോ കൗമയാണ് വേൾഡ് ബാങ്കിൻ്റെ കൺട്രി ഡയറക്ടർ ഇൻ ഇന്ത്യ. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ശ്രീമതി അനുപ്രിയ പട്ടേൽ അറ്റൻഡ്സ് 10th EAS EMM, അതായത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എക്കണോമിക് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 10th എഡിഷൻ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് അനുപ്രിയ പട്ടേൽ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ശ്രീമതി അനുപ്രിയ പട്ടേൽ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അറ്റൻഡഡ് ദ 10th EAS EMM, അതായത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എക്കണോമിക് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇൻ സിയം റീപ്പ് സിറ്റി കംബോഡിയയിൽ വെച്ച് നടന്ന ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The meeting saw representation from all 10 ASEAN countries as well as 8 partner countries through that is Australia, China, India, Japan, New Zealand, Republic of Korea, Russian Federation and the USA. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
10 ഏഷ്യൻ കൺട്രീസും അതേപോലെ 8 പാർട്ട്ണർ കൺട്രീസ്. ആ പാർട്ട്ണർ കൺട്രീസാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ രാജ്യങ്ങളൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രക്ഷാമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആൻഡ് ഹിസ് ഈജിപ്ഷ്യൻ കൗണ്ടർ പാർട്ട് ജനറൽ മുഹമ്മദ് സാക്കി ഹോൾഡ് ബൈലാറ്ററൽ ടോക്സ് ഇൻ കായറോ. കായറോ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് രക്ഷാമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അതേപോലെ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഈജിപ്റ്റ് ജനറൽ മുഹമ്മദ് സായിക്കിയും ഒരു ബൈലാറ്ററൽ ടോക്സ് നടത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കായറോയിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ശ്രീ രാജ്നാഥ് സിംഗ് ഇൻവൈറ്റഡ് ഹിസ് ഈജിപ്ഷ്യൻ കൗണ്ടർ പാർട്ട് ടു ദ ഇന്ത്യ ആഫ്രിക്ക ഡിഫൻസ് ഡയലോഗ് ആൻഡ് IOR ഡിഫൻസ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവ് ഇൻക്ലൂഡ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ആസ് പാർട്ട് ഓഫ് 12th ഡിഫൻസ് എക്സ്പോ ഇൻ ഗാന്ധിനഗർ, ഗുജറാത്ത് ബിറ്റ്വീൻ October 18 to 22, 2022. അപ്പോൾ ഇനി ഒരു ഡിഫൻസ് എക്സ്പോ 12th ഡിഫൻസ് എക്സ്പോ നടക്കാൻ പോവുകയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചിട്ട്. അത് October 18 മുതൽ 22 വരെയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ പറയുന്നത് ദ ടു മിനിസ്റ്റേഴ്സ് ഓൾസോ എഗ്രീഡ് ടു ഐഡൻറ്റിഫൈ പ്രപ്പോസൽസ് ഫോർ എക്സ്പാൻഡിങ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ ദ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ആൻഡ് ഈജിപ്റ്റ്. അപ്പോൾ ഈ ഒരു മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വെച്ചിട്ട് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വെച്ചിട്ട് അവർ പ്രപ്പോസൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡിഫൻസ് ഇൻഡസ്ട്രീസ് ഈജിപ്തിൻ്റെ ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ അവർ സംസാരിക്കുകയും ചെയ്തു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആർമി ആക്ടിവേറ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ് ഓൺ സിയാൻചൻ ഗ്ലേസിയർ, വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ വേൾഡത്തെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡായ സിയാൻചൻ ഗ്ലേഷ്യറിൽ വെച്ചിട്ട് അവിടെ ഇന്ത്യൻ ആർമി സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ് ആക്ടിവേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യൻ ആർമി ആക്ടിവേറ്റഡ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ് ഓൺ ദ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് സിയാൻചൻ ഗ്ലേഷ്യർ. ദ ഫീറ്റ് വാസ് അച്ചീവ്ഡ് ബൈ ഇന്ത്യൻ ആർമീസ് 15 corps on or Fire and Fury Corps സിയാൻചൻ സിഗ്നലേഴ്സ്. അപ്പോൾ സിയാൻചൻ ഗ്ലേഷ്യറിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ ആർമി ആക്ടിവേറ്റ് ചെയ്തത് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ്. The achievement of installing satellite-based internet at an altitude of 10,061 feet on the Siachen Glacier was announced by Indian Army 15 Corps. അപ്പോൾ 1061 ഫീറ്റ് മുകളിൽ ആൾട്ടിറ്റ്യൂഡിലുള്ള ഈ ഒരു സിയാച്ചൻ ഗ്ലേഷ്യറിൽ ഇൻ്റർനെറ്റ് സർവീസ് അനൗൺസ് ചെയ്തത് ഇന്ത്യൻ ആർമി 15 Corps ആണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് സിംഗപ്പൂർ ഹോൾഡ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഡിസ്കസ് ഫിൻടെക് റെഗുലേറ്ററി കോപ്പറേഷൻ. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂറും മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. അതിൽ ഡിസ്കസ് ചെയ്തത് ഫിൻടെക്കും അതേപോലെ റെഗുലേറ്ററി കോപ്പറേഷനുമാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഇന്ത്യൻ സൈഡ് വാസ് റെപ്രസെൻറ്റഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ ആൻഡ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, വൈൽ ദ സിംഗപ്പൂർ ഡെലിഗേഷൻ വാസ് ലെഡ് ബൈ ഇറ്റ്സ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ലോറൻസ് വോങ്. അപ്പോൾ സിംഗപ്പൂർ ഡെലിഗേഷൻ ലീഡ് ചെയ്തത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതേപോലെ ഫിനാൻസ് മിനിസ്റ്ററുമായ ലോറൻസ് വോങ് ആണ്. അപ്പോൾ ഇന്ത്യൻ സൈഡ് ലീഡ് ചെയ്തത് നിർമ്മല സീതാരാമനും അതേപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കറുമാണ്, അതേപോലെ കൊമേഴ്സ് മിനിസ്റ്ററായ പീയൂഷ് ഗോയലും. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NCLT അപ്രൂവ്സ് മെർജർ ഓഫ് എക്സൈഡ് ലൈഫ് വിത്ത് HDFC ലൈഫ്. അപ്പോൾ NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് മെർജർ എക്സൈഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മെർജർ വിത്ത് HDFC ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ഉള്ള മെർജർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CBDT ഇഷ്യൂസ് റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് ഫോർ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒഫൻസസിൻ്റെ കോമ്പൗണ്ടിങ്
വർദ്ധിക്കുന്നതിന് റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. സോ നമുക്കതൊന്ന് വായിക്കാം. സ്പെസിഫിക് അപ്പർ ലിമിറ്റ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ കമ്പൗണ്ടിങ് ഫീ covering defaults across several provisions of the Act. Additional compounding charges in the nature of a penal interest 2% per month up to 3 months and 3% per month beyond 3 months have been reduced to 1 and 2% respectively. അപ്പോൾ ഇത് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, അതിൻ്റെ പെനാൽറ്റിയിൽ വരുന്ന റേറ്റിലുള്ള വ്യത്യാസം, അതിൻ്റെ കോമ്പൗണ്ടിങ് ആണ് റിവൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് 2 മാസത്തിന് 3 മാസത്തിന് 2%, 3 മാസത്തിന് ശേഷം 3% എന്നുള്ളത് ഇപ്പം 3 മാസം വരെ 1%, 3 മാസത്തിന് ശേഷം 2% എന്നുള്ള ലിമിറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. CBDT ആണത് റിവൈസ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ നരേന്ദ്ര സിംഗ് തോമർ ഇനോഗ്രേറ്റ്സ് ദ 9th സെഷൻ ഓഫ് ഗവേണിംഗ് ബോഡി ഓഫ് ITP GRFA. അപ്പോൾ ITP GRFA എന്താണെന്ന് ആദ്യം പറയാം. ITP അതായത് ഇൻ്റർനാഷണൽ ട്രീറ്റി ഓൺ എ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ നരേന്ദ്ര സിംഗ് തോമർ ഇനോഗ്രേറ്റ് ചെയ്തത് 9th സെഷൻ ഓഫ് ഗവേണിംഗ് ബോഡി ഓഫ് ഈ ITP GRFAയുടെ 9th സെഷനാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതൊന്ന് വായിക്കാം. International Treaty on Plant Genetic Resources for Food and Agriculture is a legally binding comprehensive agreement signed during the 31st session of the United Nations Food Agriculture Organization in Rome in November 2001, which took effect on 29th June 2004 and currently has 149 contracting parties including India. So Union Minister of Agriculture and Farmers Welfare Shri Narendra Singh Tomar ആണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ദ 3-day നാഷണൽ കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റേഴ്സ് ബിഗിൻ ഇൻ ധർമ്മശാല, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 3-day നാഷണൽ കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റേഴ്സ്. അപ്പോൾ സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റേഴ്സിൻ്റെ 3-day നാഷണൽ കോൺഫറൻസ് ധർമ്മശാല, ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ 3-day നാഷണൽ കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റേഴ്സ് അറ്റ് ധർമ്മശാല, ഹിമാചൽ പ്രദേശ് began with a press conference chaired by Shri G. Kishan Reddy. The national conference aims to be a platform for sharing the best practices, successful projects and tourism product opportunities. അപ്പോൾ 3-day നാഷണൽ കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ടൂറിസം മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ധർമ്മശാല, ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രീ പുരുഷോത്തം രൂപാല ഹോൾഡ്സ് ബൈലാറ്ററൽ മീറ്റിംഗ് വിത്ത് ന്യൂസിലാൻഡ് മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ പുരുഷോത്തം രൂപാല ബൈലാറ്ററൽ മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് ന്യൂസിലാൻഡ് മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് അഗ്രികൾച്ചറായിട്ട്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ശ്രീ പുരുഷോത്തം രൂപാല. അപ്പോൾ ഈ പുരുഷോത്തം രൂപാല എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസും അതേപോലെ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ്ങിൻ്റെ മിനിസ്റ്ററാണ് പുരുഷോത്തം രൂപാല. അപ്പോൾ അദ്ദേഹം ഹെൽഡ് എ ബൈലാറ്ററൽ മീറ്റിംഗ് വിത്ത് ന്യൂസിലാൻഡ് മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ന്യൂസിലാൻഡ് മിനിസ്റ്റർ ഓഫ് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് അഗ്രികൾച്ചറായിട്ട് മിസ്റ്റർ ഡാമിയൻ ഒ കോണറായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 sides എന്താ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. The 2 states discussed the potential bilateral cooperation to strengthen foot and mouth disease capability to advance India's and New Zealand's primary sectors. അപ്പോൾ ഈ 2 സൈഡും ഡിസ്കസ് ചെയ്തത് പൊട്ടൻഷ്യൽ ബൈലാറ്ററൽ കോപ്പറേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് കേപ്പബിലിറ്റി അതിൻ്റെ അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് നടന്നത്. അതാണ് ഡിസ്കസ് ചെയ്തത്. അത് അഡ്വാൻസ് ഇന്ത്യാസ് ആൻഡ് ന്യൂസിലാൻഡ്സ് പ്രൈമറി സെക്ടേഴ്സ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ നേവി ഡീകമ്മീഷൻസ് INS അജയ് ആഫ്റ്റർ 32 years ഓഫ് ഗ്ലോറിയസ് സർവീസ്.
അപ്പോൾ ഈ ഇന്ത്യൻ നേവിയിൽ പുതിയ ഷിപ്സ് ഇൻഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പഴയതായ ഷിപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഷിപ്പും ഡീകമ്മീഷൻ ചെയ്ത് കളയും. അതായത് ഇനി സർവീസിൽ വെക്കാതെ സർവീസിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്യും. അപ്പോൾ അതേപോലെ ഒരു ഡീകമ്മീഷൻ ചെയ്ത ഷിപ്പ്, ഇപ്പോൾ ഒരു ഷിപ്പിനെ ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. INS അജയ്, ഇന്ത്യൻ നേവൽ ഷിപ്പ് അജയ് ആണ് ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. 32 വർഷത്തെ ഗ്ലോറിയസ് സർവീസിന് ശേഷമാണ് ഈ ഒരു ഡീകമ്മീഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. The ceremony was conducted at a naval dockyard, Mumbai, in traditional manner, wherein the national flag, naval design, and a decommissioning pennant of the ship were lowered for the last time at sunset, signifying the end of ship's commissioned service. അപ്പോൾ ഷിപ്പ് അങ്ങനെ ഡീകമ്മീഷൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ INS അജയ് വാസ് കമ്മീഷൻഡ് ഓൺ, അത് കമ്മീഷൻ ചെയ്ത ഡേറ്റ് ആണ് 24 ജനുവരി 1990, പോർട്ടി ജോർജിയയിലെ പോർട്ടിയിൽ വെച്ചിട്ടാണത് കമ്മീഷൻ ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് സ്വച്ഛ് സുജൽ പ്രദേശ്. അപ്പോൾ അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയുടെ ഫസ്റ്റ് സ്വച്ഛ് സുജൽ പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. യൂണിയൻ ജൽ ശക്തി മിനിസ്റ്റർ ഡിക്ലെയർഡ് Andaman and Nicobar Islands as India's first സ്വച്ഛ് സുജൽ പ്രദേശ്. Speaking at a function in Port Blair, he handed over the certificate to Lieutenant Governor Admiral DK Joshi. അപ്പോൾ ഈ സ്വച്ഛ് സുജൽ പ്രദേശിൻ്റെ ഡോക്യുമെൻ്റ്, അതായത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അഡ്മിറൽ DK ജോഷിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. On World Water Day, 22nd March 2021, Andaman and Nicobar Islands was declared to have achieved 100% coverage of rural households with a tap water connection. അപ്പോൾ 22nd March 2021 അൻഡമാൻ ആൻഡ് നിക്കോബാർ ഡിക്ലെയർ ആയതാണ് 100% കവറേജ്, റൂറൽ ഹൗസ് ഹോൾഡ്സിന് 100% കവറേജ്, ടാപ്പ് വാട്ടർ കണക്ഷനുള്ള 100% കവറേജ് കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ ജൽശക്തി മിനിസ്റ്ററാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.